അപ്പൊ ഇന്ന് നമ്മുടെ അത്തം പത്തിന് പൊന്നോണം സീരീസിലെ ഡേ 8 ആണ്. ഇന്ന് നമുക്ക് കുറച്ച് അധികം പൂക്കൾ കിട്ടിയിട്ടുണ്ട്. അധികം എന്ന് പറഞ്ഞാൽ അത്ര അധികം എന്നാലും എന്നത്തേക്കാളും അധികം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ പൂക്കൾ ഏതൊക്കെയാന്ന് കാണിച്ചു തരാം. അതിന്റെ പേര് ഞാൻ പറയാം. അപ്പൊ എനിക്ക് അറിയാത്ത പൂക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് പറയാം. ഇത് കോളാമ്പിപ്പൂ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് എല്ലാ ദിവസവും നമ്മുടെ പൂക്കളത്തിൽ ഉണ്ടാവാറുള്ള ഒരു പൂവാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ചെമ്പരത്തിപ്പൂവാണ്. ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ക്രീം പോലത്തെ കളർ എന്നിട്ട് ഉള്ളിൽ റെഡ് കളർ ആയിട്ടുള്ള ഒരു ഡിസൈനൊക്കെ ഉള്ള ചെമ്പരത്തിപ്പൂവാണ്. ഇതും എഗെയിൻ ഒരു ചെമ്പരത്തിപ്പൂവാണ്, റെഡ് കളർ. എന്നാൽ അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് ഡിസൈൻ ഒക്കെ ഉണ്ട്, എല്ലാത്തിൻ്റെയും ഉള്ളിലുണ്ട് അങ്ങനെ. ഇതാണ് നെക്സ്റ്റ് പൂവ്. ഇനി ഇത് നന്ദ്യാർവട്ടമാണ്. ഇത് കുറേ പേർക്കൊക്കെ അറിയുന്ന ഒരു പൂവായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് മന്ദാരം. 5 ഇതളായിട്ട് വരുന്ന ഒരു വെള്ളപ്പൂവാണ് ഈ മന്ദാരപ്പൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പൂ എന്ന് പറയുന്നത് ഇത് ആകാശമല്ലി എന്ന് പറയും. ഇതിന് അതുപോലെ തന്നെ മാങ്ങാനാറി എന്നൊക്കെ പറയുന്ന ഒരു പൂവാണ്. ഇതിന്റെ തന്നെ പല കളറുകളുണ്ട്. ഇതിപ്പോൾ ഒരു ഓറഞ്ച് ഷെയ്ഡാണ്, മഞ്ഞ, അങ്ങനെ പല കളറിൽ ഇത് ഉണ്ടാവാറുണ്ട്. എന്ന് പറയുന്നത് ഈ ഒരു പൂവാണ്. ഇതൊരു ചെത്തിയൊക്കെ പോലത്തെ പൂവാണ്. ഇതും കുറേ കളറിലൊക്കെ ഉണ്ടാവും. റെഡ് ഉണ്ടാവും, വൈറ്റ് ഉണ്ടാവും, യെല്ലോ ഉണ്ടാവും. അപ്പോൾ ഇത് ഒരു പിങ്ക് ഒക്കെ പോലത്തെ തരം ഷെയ്ഡാണ്. ഞാൻ കുഴിച്ച് വെച്ചിട്ടുണ്ട് കുറേയൊക്കെ. പിന്നെ നെക്സ്റ്റ് പൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ ഇലയൊക്കെ ഇങ്ങനെയാണ്. ഇതിന്റെ പേര് എനിക്കറിയില്ല. ഇതും ഈ പറഞ്ഞ പോലെ മഞ്ഞ കളറിലൊക്കെ കാണാം. ഇതൊരു വൈറ്റ് ഉണ്ട്, അതിന്റെ ഉള്ളിലൊരു എന്താ പറയുക, ഒരു വൈലറ്റ് ഒക്കെ പോലത്തെ ഒരു ഷെയ്ഡായിട്ടുള്ള ഒരു പൂവാണ്. ഇതും 5 ഇതളായിട്ട് വരുന്ന ഒരു പൂവാണ്. ഞാൻ ഇലയൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പൂവ് ഇത് നമ്മുടെ വേലിയിലൊക്കെ ഉണ്ടാവുന്ന ഒരു കൊളാമ്പി ആണ്, വയലറ്റ് കളറിൽ. പിന്നെ ഈ ഒരു പൂവ് നമ്മൾ എല്ലാ ദിവസവും പൂക്കളത്തിന് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു എന്താ പറയുക, വേലിപ്പടക്കം എന്നൊക്കെ കൊണ്ടൊരു തരം ചെടിയുണ്ട്, വേലിയിൽ ഉണ്ടാവുന്നത് ഇങ്ങനെ പടർന്നു പോയിട്ട് അതുമേ ഉണ്ടാവുന്ന പൂവാണ്. ഈ പൂവിൻ്റെ കളറും നല്ല രസമാണ്, കാണാനും നല്ല രസമാണ്. പക്ഷെ ഇത് പൂക്കളത്തിലിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് വാടാറുണ്ട്, എന്നാലും ഒരു രസമാണ്. ഇത് കുറേ ഉണ്ട്. പിന്നെ ഇതും ഒരു പൂവ്. ഇതിങ്ങനെ എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ചെടി ഉണ്ടാവും, ചെടിയല്ല ഇതിൻ്റെ മുട്ടാണ്. ഇതുപോലെ ഇങ്ങനെ ഒരു ഷേപ്പിൽ കാവടി പോലെ ഉണ്ടാവുന്ന പൂവാണ്. ഞാൻ ഇതിനകത്ത് മുട്ട് പൊട്ടിച്ചിട്ടില്ല, പൂക്കൾ മാത്രമായിട്ട് തന്നെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കളർ, പിങ്ക് യെല്ലോ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇതും അതുപോലെ തന്നെ ഒരു കൊല പോലെ ഉണ്ടാവുന്ന ഒരു പൂവാണ്. ഇതിൻ്റെയും പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതിൽ നമുക്ക് പൂവും മുട്ടും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം, ഞാൻ ആക്കിയിട്ടില്ല. ഇതാണ് നെക്സ്റ്റ് പൂവ്. ഇനി ഫൈനലി ഞാൻ ഈ ഇല പൊട്ടിച്ചിട്ടുണ്ട്, ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, ഞാൻ ഈ ചെടി കാണിച്ചു തരാം. ഇതാണ് ആ ഒരു ഇലയുടെ ഒരു ചെടി ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ പൂക്കളും അതുപോലെ തന്നെ ഇലകളും. അപ്പം നമുക്ക് പൂക്കളം സ്റ്റാർട്ട് ചെയ്യാം.